ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ പ്രൊഡക്ഷൻ പ്രോസസ് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ക്യാപിറ്റൽ അഥവാ മൂലധനം, ഓർഗനൈസേഷൻ അഥവാ സംഘാടനം എന്നിവയെക്കുറിച്ച് പഠിക്കാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ആദ്യം നമുക്ക് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കാം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനം അഥവാ ക്യാപിറ്റലിൽ ഉൾപ്പെടും. Capital is essential for the production of a product and for providing the basic facilities for the same. It is necessary for establishing a factory, buying equipments, paying wages to laborers, buying raw materials for the production, and the like. Tangible and visible man-made things used for production are called capital. Computers, vehicles, and machines which can be used in production are also considered as capital. അപ്പോൾ മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിനും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മൂലധനം അത്യാവശ്യമാണ്. ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ മൂലധനം എന്ന് വിളിക്കുന്നു. പണം, മെഷീനുകൾ, കമ്പ്യൂട്ടറുകൾ, വാഹനങ്ങൾ, അറിവ് തുടങ്ങിയവയെല്ലാം മൂലധനമായി കണക്കാക്കപ്പെടുന്നു. മൂലധനം ഉൽപ്പാദനത്തിൻ്റെ മറ്റ് ഘടകങ്ങളെ സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. വിജ്ഞാനവും മൂലധനമാണെന്ന് പറഞ്ഞല്ലോ. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. What are the features of capital? Capital is essential for the production of a product and for providing the basic facilities for the same. Tangible and visible man-made things used for production are called capital. Money, machines, computers, vehicles, knowledge, etc. are considered capital. Capital helps the other factors of production. Capital enhances the production skills of the laborers. Capital has mobility. The reward for capital is interest. Knowledge capital. Today, we live in a knowledge society. Information technology and knowledge play a very important role in production. The effort to acquire knowledge capital is now prevalent in the world. അപ്പോൾ എന്താണ് മൂലധനം? ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ man-made things used for production are called capital. മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. Capital
helps the other factors of production. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. Capital enhances the production skills of the laborers. മൂലധനം ചലനാത്മകമാണ്. Capital has mobility. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. Interest is the reward for capital. ഇനി നമുക്ക് മറ്റൊരു ഉൽപാദന ഘടകമായ സംഘാടനം അഥവാ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അഥവാ സംരംഭകൻ എന്നറിയപ്പെടുന്നു. Organization implies the coordination of various factors of production like land, labor, and capital. The person who coordinates is called an organizer or entrepreneur. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നിരീക്ഷിക്കൂ. എന്താണ് കൂട്ടുകാർക്ക് ഈ ഫ്ലോ ചാർട്ടിൽ നിന്നും മനസ്സിലായത്? ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനത്തിലൂടെ സംഘാടകൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ട് കണ്ടുവല്ലോ. ചിത്രം വിശകലനം ചെയ്താൽ ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകനുള്ളത് എന്ന് കണ്ടെത്താമല്ലോ. ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. You have seen the chart depicting the role of an organizer in the production process. Do you now realize that the organizer plays a very vital role in the production process? Profit is the reward for the organizer. താഴെ ചില സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സൂചകങ്ങൾക്കുള്ള ഉത്തരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് സംഘാടകന്റെ സവിശേഷതകൾ കണ്ടെത്താൻ കഴിയും. എന്തൊക്കെയാണ് സംഘാടകന്റെ സവിശേഷതകൾ? കൂട്ടുകാർക്ക് കണ്ടെത്താൻ കഴിയുമോ? സൂചകങ്ങൾ വായിച്ചു നോക്കൂ. Find out the features of the organizer based on the indicators given below. ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? സംഘാടകന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനമാണ് സംഘാടകന്റെ ലക്ഷ്യം. മറ്റ് 3 ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നത് ഉൽപാദനത്തിൽ സംഘാടകന്റെ ഉത്തരവാദിത്തമാണ്. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഘടകങ്ങളെ സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട്. പരിശീലനം വഴി സംഘാടകന്റെ കഴിവ് വർദ്ധിപ്പിക്കാം. Features of the organizer. The objective of the organizer is to produce a product. In the production process, it is the responsibility of an organizer is to coordinate the other 3 factors of production. An organizer should coordinate the other 3 factors of production such as land, labor, and capital. The skill of an organizer can be enhanced by training. അപ്പോൾ എന്താണ് സംഘാടനം? ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. Organization implies the coordination of various factors of production like land, labor, and capital. The person who coordinates is called an organizer or entrepreneur. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു.
ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്ന് നോക്കാം. The coordinated functioning of the factors of production leads to production, which is an economic activity and results in products. To satisfy human wants, products are essential. This makes production a continuous process. Let us see how it becomes a continuous process. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. മനുഷ്യൻ ആവശ്യപൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. Circular flow of economic activities. See the figure given below depicting the circular flow of economic activities. Here, the production unit produces goods and services and the household unit consumes them. We have seen that the products are consumed to satisfy human wants. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക ഗതി ചിത്രസഹായത്താൽ വിശദമാക്കുക. Explain the circular flow of economic activities with the help of a diagram. നേരത്തെ നമ്മൾ കണ്ട ചിത്രം കൂട്ടുകാർ ഒന്നുകൂടി ശ്രദ്ധിച്ച് നിരീക്ഷിക്കുമല്ലോ. എന്താണിതിൽ നിന്നും മനസ്സിലാക്കിയത്? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ചിത്രം വിശകലനം ചെയ്താൽ എന്തൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകും. Human wants are many. When we satisfy one want, another emerges. With change in wants, goods and services also change correspondingly and they need to be produced. Hence, this process is continuous. What all can be found out from the figure above? The household unit supplies the land, labor, capital and organization to the production unit. The household unit is given rent, wages, interest, profit, etc. as reward by the production unit. The production unit supplies goods and services to the household unit. In exchange for the goods and services received, the household unit pays price to the production unit. Since production and consumption are continuous, the economic activities follow a circular pattern. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം ഗാർഹികാവശ്യങ്ങൾക്കും മറ്റുമായി എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ?
മാതാപിതാക്കളുടെ വരുമാനത്തിൽ നിന്നാണ് മിക്ക വീടുകളിലെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഈ വരുമാനത്തിൻ്റെ പങ്ക് പല വീട്ടാവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള ഉൽപാദന യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നു. ഇതാണ് ഉൽപാദനത്തിനുള്ള പ്രതിഫലം. മറിച്ച് മാതാപിതാക്കൾ തങ്ങളുടെ അധ്വാനശേഷി അവരവരുടെ തൊഴിൽ യൂണിറ്റുകളിൽ നൽകുകയും പ്രതിഫലം വേതനമായി കൈപ്പറ്റുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഒരു ചാക്രിക പ്രവാഹമായി നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. How are our household needs met? Make a note on how the circular flow of the economic activity is used for domestic purposes and so on. The needs of most households are met from the income of our parents. We use the share of this income to get goods and services for many household purposes. We buy products produced in different types of production units at a price. This is the reward for production. On the contrary, parents give their manpower as labor in their respective labor units and receive the reward as wages. This process continues as a circular flow of economic activity. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത് ഉൽപാദനവും ഉപഭോഗവും ഒരു നിരന്തര പ്രക്രിയയാണ് എന്നതിനാലാണ്. Since production and consumption are continuous, the economic activities follow a circular pattern. ഇനി മറ്റു ചില പ്രവർത്തനങ്ങൾ നോക്കാം. സംഘാടകന്റെ ചുമതല മറ്റ് ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കലാണ്, സമർത്ഥിക്കുക. The responsibility of an organizer is to coordinate the other factors of production. Substantiate. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അഥവാ സംരംഭകൻ എന്നറിയപ്പെടുന്നു. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനമാണ് സംഘാടകന്റെ ലക്ഷ്യം. മറ്റ് 3 ഉൽപാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നത് ഉൽപാദനത്തിൽ സംഘാടകന്റെ ഉത്തരവാദിത്തമാണ്. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഘടകങ്ങളെ സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട്. പരിശീലനം വഴി സംഘാടകന്റെ കഴിവ് വർദ്ധിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകനുള്ളത്. ഒരു ഉൽപാദന ഘടകമെന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. Organization implies the coordination of various factors of production like land, labor, and capital. The person who coordinates is called an organizer or entrepreneur. The objective of the organizer is to produce a product. In the production process, it is the responsibility of an organizer is to coordinate the other 3 factors of production. An organizer should coordinate the other 3 factors of production such as land, labor, and capital. The skill of an organizer can be enhanced by training. Organizer plays a very vital role in the production process. Profit is the reward for the organizer. താഴെ പറയുന്ന ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. തൊഴിൽ, മൂലധനം. Prepare brief notes on the following factors of production: labor, capital.
തൊഴിൽ. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിൽ തൊഴിൽ ഒരു സജീവ ഘടകമാണ്. തൊഴിലാളികൾ ഉൽപ്പാദന പ്രക്രിയയിൽ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. തൊഴിലാളികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ കഴിവുകൾ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നു. ഈ കഴിവുകളുടെ ഉപയോഗത്തിന് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ അതിനെ തൊഴിലെന്ന് വിളിക്കുന്നു. കൂലിയാണ് തൊഴിലിനുള്ള പ്രതിഫലം. ഇത് പണമോ സാധനങ്ങളോ ആയിരിക്കാം. വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും തൊഴിലാളികളുടെ അധ്വാനശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും. ലേബർ. Labor is an active factor in the production of a product. The laborers use their manpower in the production process. The physical, mental, and intellectual skills are used as labor. If the use of these skills are rewarded, it is called labor. Wage is the reward for labor. It may be cash or goods. The manpower of laborers can be enhanced through education and training. മൂലധനം. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിനും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മൂലധനം അത്യാവശ്യമാണ്. ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെ മൂലധനം എന്ന് വിളിക്കുന്നു. പണം, മെഷീനുകൾ, കമ്പ്യൂട്ടറുകൾ, വാഹനങ്ങൾ, അറിവ് തുടങ്ങിയവയെല്ലാം മൂലധനമായി കണക്കാക്കപ്പെടുന്നു. മൂലധനം ഉൽപ്പാദനത്തിൻ്റെ മറ്റ് ഘടകങ്ങളെ സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. Capital. Capital is essential for the production of a product and for providing the basic facilities for the same. Tangible and visible man-made things used for production are called capital. Money, machines, computers, vehicles, knowledge, etc. are considered as capital. Capital helps the other factors of production. Capital enhances the production skills of the laborers. Capital has mobility. The reward for capital is interest. Capital അഥവാ മൂലധനം, ഓർഗനൈസേഷൻ അഥവാ സംഘാടനം എന്നിവയെക്കുറിച്ച് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.